ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു لا إله إلا الله حسبي ربي جل الله. തൻ്റെ വീട്ടിൽ നിന്ന് 9 മഴകൾ കഅബയിലേക്കുള്ളൂ. ആ പെണ്ണ് ഒരിക്കൽ പോലും വിഗ്രഹമുള്ള കഅബയിലേക്ക് കയറിയില്ല. ആരാ പെണ്ണ്? ഖദീജ. അന്ന് ഖദീജക്ക് അറിയോ നരകത്തിൽ മലക്കുണ്ട്, അലിഹ മലായികത്തുൽ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും. അവർ പിടിച്ചിട്ട് നരകത്തിലിടുന്ന ഖദീജക്ക് അറിയോ? ഇല്ല. എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരിടത്തേക്ക് ഞാൻ കയറൂല. അത് കഅബയാണെങ്കിൽ കയറൂല. കഅബയല്ലേ കയറിക്കൂടെ? ഇല്ല, കയറൂല. ഈ വിവരം ഖദീജക്ക് ആര് കൊടുത്തു? അന്ന് മനസ്സിലായില്ലേ? അന്ന് മുത്തുനബിയെ കിട്ടിയിട്ടില്ല, മുത്തുനബിക്ക് മുമ്പ് കിട്ടിയിട്ടില്ല. ഖദീജ കയറൂല. എന്തേ? അതൊരു പ്രേമം. ആരോട്? അല്ലാഹുവോട്. അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഖദീജ ചെയ്തിട്ടില്ല എന്ന് നിയമങ്ങളൊക്കെ. പിന്നെ നിയമങ്ങളിൽ ഏറിയ കൂറും വരുന്നതും ഖദീജ മരിച്ചിട്ടാണ്. കള്ള് ഹറാമായത് ഖദീജ മരിച്ചിട്ടാണ്. കള്ള് പള്ള നിറച്ച് കുടിച്ചിട്ട് കൂത്തം പറയുന്ന പെണ്ണുങ്ങളന്ന് മക്കയിലുണ്ട്. ഖദീജ ഒരു കള്ള് കുടിക്കോ വാസനിക്കോ ചെയ്തില്ല. ഇത് പൈസക്കാരത്തിയാ, കുടിച്ചൂടെ? കുടിച്ചില്ല. എന്തേ? അതിൻ്റെ റബ്ബിന് ഇഷ്ടമുണ്ടാവില്ല. ഹറാമാണെന്ന് ആയത്തുറങ്ങിയിട്ടില്ല. എന്തേ? ഒരു വിഗ്രഹത്തിന് ഖദീജ കുമ്പിട്ടിട്ടില്ല. ജാഹിലിയ കാലത്ത് ഖദീജ ബീവിക്ക് മക്കക്കാർ കൊടുത്ത ഓമന പേര് അത്വാഹിറ. ആ ഖദീജയെ മയ്യിത്ത് നിസ്കരിക്കാതെ മറവീരും. എന്ത്? അന്ന് മയ്യിത്ത് നിസ്കാരവും ഷറഅാക്കിയിട്ടില്ല. എന്ത്? അതിൻ്റെ ഒന്നും ആവശ്യം ആർക്കില്ല, ഖദീജക്കില്ല. ഖദീജക്ക് അത്രഷ്ട ആരെ? അള്ളാഹ്ക്ക് അത്രഷ്ടാണ് ആരെ? ഖദീജ. ഇത് മഹബത്ത. അതാ മഹബത്ത്. പിന്നോട് നിയമം പറയേണ്ടതില്ല. നിയമം മനസ്സ് പറയും വേണ്ട. അതാണ്. അപ്പോൾ നമ്മൾ ഈമാനിലേക്ക് കയറണം. എന്താ ഈമാൻ? ഈമാൻ എന്നാൽ മഹബത്താണ്. മൻ അഹബ്ബല്ലാഹ, ഒരാൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ ലം യസ്തഅമിൽ ജവാരിഹു, അവന്റെ അവയവത്തെ അവൻ പണിയെടുപ്പിക്കുകയില്ല. ഇല്ലാ ഫീമാ യുവാഫിഖു മഹബൂബഹു, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യത്തിലല്ലാതെ. വഅൻഫാസുഹു, അവന്റെ ശ്വാസങ്ങളെല്ലാം കുല്ലുഹാ, എല്ലാം മഹ്ഫൂളത്തുൻ ബിത്വാഅ, അവന്റെ ഓരോ ശ്വാസവും ആരാധനയായിരിക്കും. എന്തുകൊണ്ട്? ഓരോ ശ്വാസത്തിലും ആരായിരിക്കും ചിന്ത? മഹ്ബൂബ്. അവരെ പറ്റിയാണ് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി. അല്ലാതെ പെരുന്നാൾ രാവിലെ കള്ളിൻ്റെ കുപ്പി പൊട്ടിക്കുന്നവരെ പറ്റിയല്ല പറഞ്ഞത്. ഒരു പറഞ്ഞ ഓലെ വജ്ജത്തു പച്ച നോണയാണ്. അവരേന്ന് പറയണ്ട, നമ്മളെ വജ്ജത്തു പച്ച നോണ, നമ്മളെ വജ്ജത്തു പച്ച നോണയാണ്. ഇന്ന സ്വലാത്തി നിസ്കാരം, മനസ്സുക്ക് എൻ്റെ എല്ലാ ആരാധനകളും, മഹയായ എൻ്റെ ജീവിതവും, മമാത്തി എൻ്റെ മരണവും എല്ലാം അല്ലാഹു തആലക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കുതിര വിട്ടുന്നല്ലേ? അതെങ്ങനെ അല്ലാഹു തആലക്കാകുക? നമ്മളെ വജ്ജത്ത് പച്ചനോണയാണ്. ഒരു മനുഷ്യന്റെ വജ്ജത്ത് നേരെയാകണമെങ്കിൽ അവന്റെ അംഫാസ്, ശ്വാസം താഴ്ത്താകണം. എങ്ങനെ ശ്വാസം താഴ്ത്താകുക? ശ്വാസം ആരാധനയാണ്. എന്ത്? ഒരു ദിക്റാണ് ഇവിടെ കയറി വന്നത്. അള്ളാഹു എന്ന ഓർമ്മ, അള്ളാഹു എന്ന ചിന്ത, ഒന്നുമില്ല. പ്രേമത്തിനൊരു സ്വഭാവമുണ്ട്, മഹബൂബിനെ മറക്കാൻ കഴിയില്ല.
മെഹബൂബിനെ മറക്കാൻ കഴിയുകയില്ല. പിന്നെ ഞാൻ ഇവിടെ നമ്മളെ ക്ലാസ് അവസാനിക്കുന്ന ദിവസം ഒരാളുടെ ഒരു പൈസ വിളിച്ചു പറഞ്ഞു. ഞാനിന്നാൾ ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട് 10,000 രൂപ, ഒരു പുരുഷൻ. ആർക്കാ? മരിച്ചുപോയ അയാളുടെ യുവതിയായ, മരിച്ചുപോയ യൗവനകാലത്ത് മരിച്ചുപോയ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി അയാൾ 10,000 രൂപ. പിന്നെയോ, പിന്നെ അയാൾ കല്യാണം കഴിച്ചില്ല. എന്തുകൊണ്ട്? അവളെ സ്ഥാനത്തിന് വേറൊരാളെ വെക്കാൻ കഴിയില്ല. കൊല്ലങ്ങൾ കഴിഞ്ഞു, അയാൾക്ക് കൊല്ലം ഒരു 10,000 രൂപ തന്നു. എൻ്റെ പെണ്ണുങ്ങൾ കണ്ടു. ഇയാൾക്ക് ആരോഗ്യമുള്ള കാലത്ത് അയാൾ കല്യാണം കഴിച്ചില്ല. എന്തുകൊണ്ട്? അവളെ സ്ഥാനത്തിന് ഒരാളെ കാണാൻ കഴിയില്ല. ഹലാലല്ലേ? വേറൊരാളെ കല്യാണം കഴിക്കൽ ഹലാലാണോ? അല്ലേ? ആണ്. അയാൾ ചെയ്തില്ല. എന്തുകൊണ്ട്? ആ സ്ഥാനത്തിന് വേറെ ആളെ വെക്കാൻ പറ്റില്ല, കഴിയില്ല ഇയാൾക്ക്. അത് പ്രേമാണ്, അന്യ പ്രേമം. വളരെ ഇതന്നെ. അപ്പൊ ഇയാളെ ശ്വാസം മുഴുവൻ എന്താ? ഓളെ ചിന്തയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ വളരെ ചിന്തിക്ക്. നമുക്ക് അവിടെ എത്തിക്കൂടെ? ലേശം പണി ഇത്രേ ഉള്ളൂ. കള്ളുടിക്കൂല, എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. വ്യഭിചരിക്കൂല, എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. മോഷ്ടിക്കുകയില്ല, എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. കള്ളസാക്ഷ്യം പറയൂല, എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. നിസ്കരിക്കും, എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം. നോമ്പോൽക്കും, എന്താ? അതാ അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം. ഖുർആനോടും, എന്തുകൊണ്ട്? അത് അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം. അപ്പൊ ഇയാളെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ ഇഷ്ടം. അള്ളാഹ് മെഹബൂബാണ്. അപ്പൊ അള്ളാഹു മെഹബൂബാണ്. ഇയാൾ മെഹബൂബാണ്. അള്ളാഹു മെഹബൂബാണ് ഇയാള്. ഖദീജ ബീവിക്ക് ഒരിക്കൽ സയ്യിദ്ന ജിബ്രീൽ ഇറങ്ങി വന്നു. വഹയുണ്ടോ? വഹയില്ല. പിന്നെ എന്തിനു വന്നു? അല്ലാഹു യുഖ്രിഉ അലാ ഖദീജ അസ്സലാം. ഖദീജക്ക് ഒരു സലാം പറയാൻ വേണ്ടി എന്നെ പറഞ്ഞാച്ച. ഇതുപോലത്തെ ഒരു അത്ഭുതം എൻ്റെ ചരിത്രത്തിന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. മനസ്സിലായില്ല? ഒരിക്കൽ ജിബ്രീൽ വരികയാണ്, മക്കായിലേക്ക് ജിബ്രീൽ വരികയാണ് അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു, ഹബീബൻ എന്തേ വന്നു? വഹിയുണ്ടോ? ഇല്ല. പിന്നെന്തേ? സലാം പറയണം. ആർക്ക്? ഖദീജ ബീവിക്ക്. അപ്പോൾ റസൂൽ വിളിച്ചു അകത്തേക്ക്, ഖദീജ ഹദാ ജിബ്രീൽ യുഖ്രിഉ മിനല്ലാഹി അലൈകി സലാം. നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. അത് പറയാൻ വേണ്ടി വന്നു. ദാ ജിബ്രീൽ. വേറൊരു ഭാര്യക്കും സലാം പറയാൻ വേണ്ടി ജിബ്രീൽ വന്നിട്ടില്ല. ആരെയും അത്ര ഇഷ്ടമാണ്. ആർക്ക്? അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ആരെ? എന്തുകൊണ്ട്? നബി വരുന്നതിന് മുമ്പേ, നബിയാവുന്നതിന് മുമ്പേ അള്ളാഹിന് അത്ര ഇഷ്ടമാണ്. ആർക്ക്? ഖദീജക്ക്. അതുകൊണ്ട് അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമാണ്. ആരെ? ഖദീജ ബീവി. നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് ജിബ്രീൽ, അള്ളാഹിന് സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖദീജ ബീവി ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമതി ആര് എന്ന ചർച്ച നടന്നിട്ടുണ്ട്. അതിൽ ചില ആളുകൾ പറഞ്ഞു ആയിഷ ബീവിയാണ്. എന്നാൽ പ്രധാന അഭിപ്രായം ഖദീജ ബീവിയാണ്. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഞാൻ എങ്ങനെ സലാം മടക്കണം? അള്ളാഹ് തന്നെ സലാം പറഞ്ഞു. ഇതൊന്നും ഫത്വ കൊടുത്തിട്ടല്ല, അങ്ങനെ തന്നെ പറഞ്ഞു. ആര്? ഖദീജ. ഈ ഖദീജക്ക് നിയമങ്ങളൊന്നും അറിയില്ല, നിയമങ്ങളൊന്നും വന്നിട്ടില്ല. ആരെ അറിയും? അള്ളാഹിനറിയും. നമുക്കൊക്കെ അറിയും, അള്ളാഹിനറിയില്ല. നമുക്ക് തോന്നിയാസം ചെയ്യാനറിയും. തോന്നിയാസം ചെയ്താൽ അതിന് മാറ്റുമരുന്ന് അറിയും. മണ്ണെണ്ണ കുട്ടി കുടിച്ചാൽ, നിന്റെ കുട്ടി മണ്ണെണ്ണ കുടിച്ചല്ലോ എന്ന് കരയില്ല. നമ്മൾ ഭാര്യയോട് പറയും മണ്ണെണ്ണ കുടിച്ചു കുട്ടി. അപ്പൊ നമ്മളെന്ത് പറയും? കുറച്ച് സവാള എടുത്തിട്ട് നെക്കി പിഴിഞ്ഞ് കൊടുത്തളാം. സവാള നെക്കി പിഴിഞ്ഞ് കുടിച്ചു. ഓ, കുട്ടി പിന്നെ കളിക്കാൻ പോയി. ഓ പ്രശ്നമില്ല. കുട്ടി മണ്ണെണ്ണ കുടിച്ചു, നമ്മൾ ലേശം ഉള്ളി നെക്കി പിഴിഞ്ഞ് കുട്ടി കുടിച്ചു. ഓ, അപ്പോ വിഷമായി, മാറ്റുമരുന്നായി. അപ്പൊ ഇനിയും മണ്ണെണ്ണ കുടിക്കാൻ പ്രശ്നമില്ല. നിങ്ങളുടെ കൂടെ ഇല്ല.
നമ്മളെ പേപ്പിച്ചത് നമുക്കറിയുന്ന നിയമങ്ങളാണ്, പുറത്തു പറയണ്ട. നമുക്കറിയുന്ന നിയമങ്ങൾ. റമളാൻ മാസത്തിൽ ഭാര്യയെ സമീപിച്ചാൽ എന്താ ചെയ്യുക? നിയമം നമുക്കറിയും. അയിമലൊക്കെ എത്ര വരിക? അയിമലൊക്കെ എത്രയല്ലട വരിക? ഹജ്ജിന് ഏറാൻ കെട്ടിയതിനു ശേഷം ഭാര്യയെ കണ്ടുമുട്ടി, ഭാര്യയെ സമീപിച്ചു. അയിമലൊക്കെ എത്രയല്ലേ വരുള്ളൂ? നമുക്കറിയില്ലേ? ആടല്ല, ആനനെ ഇറക്കണമെങ്കിൽ നമ്മൾ പൈസ. അള്ള പറയാണ്, ഏറാൻ കെട്ടിയതിന് ശേഷം ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ആടിനെ ഇറക്കണം എന്ന് പറഞ്ഞാൽ ആന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കും. എന്നോട് പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തില്ല, ഒന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് പ്രശ്നമുള്ള ഒരു കാര്യമേ ഇല്ലെന്ന്. ഇനി മഹേശ്വരൻ നല്ല ചോദിക്കാണ്, ജീറാ കെട്ടിട്ട് ഇങ്ങനെ ചെയ്തില്ലേ, ഇനി ആടിനെ ഓർത്തല്ലോ, ഇപ്പൊ ചൂടല്ലേ, ആ ജാതി വർത്തമാനം പറയരുത്. ജീറാൻ കെട്ടിയിട്ട് ഭാര്യയെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ അപ്പുറത്തെ പേജിൽ അത് ആജ് നെമർക്കിലെ ആടിനർത്ഥം മതി, മൂരിനർത്ഥം മതി, ആനനർത്ഥം മതി, 25 ആനനർത്ഥം മതി. 25 ആനനെ ആൾക്കാരോ അക്കന്റെ വാപ്പ നയിച്ച മതില്ലേ? ഞാൻ ഇവിടെ അയിമ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടാക്കല്ലേ? മനസ്സിലായോ? നിയമങ്ങൾ കൊണ്ട് ഓട്ടയടിക്കും തമ്മാടി. എന്നാൽ മുഅ്മിനായ മനുഷ്യന് നിയമം ഉണ്ടാവില്ല. വെള്ളത്തിൽ ഓടുന്ന ഒരു അള്ളാന്റെ മെഹബൂബായ ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് പ്രകാരമാണെന്നാൽ, വെള്ളത്തിൽ ഓടി ഊളിയിടുന്ന മത്സ്യത്തെ പിടിച്ച് കരയിലിട്ടാൽ 1 മിനിറ്റ് 2 മിനിറ്റ് ചത്തു. ഇനി വെള്ളത്തിലിട്ടാലും ജീവിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ ജീവൻ പോകും, കഴിയൂല. മനസ്സിലായില്ലേ? കഴിയൂല. അള്ളാഹുവിന്റെ ഒരു ഹിദ്മത്ത് മുറിഞ്ഞോയാൽ അപ്പോൾ അയാൾ ദുനിയാവിനെ വിടും, അയാൾ മരിച്ചു, ആ സെക്കൻഡിൽ മരിച്ചു. എന്തുകൊണ്ടില്ലേ? അള്ളാഹു വഴിപ്പെടുക എന്നത് അവരുടെ റൂഹിന്റെ ഭക്ഷണമാണ്. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മരിക്കും. നിസ്കാരം അവരുടെ റൂഹിന്റെ ഭക്ഷണമാണ്. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അവരെന്തിനാ നിസ്കരിച്ചില്ലെങ്കിൽ മരിച്ചു, നോമ്പോറ്റിനെ മരിച്ചു, കളവ് പറഞ്ഞ മരിച്ചു, കള്ളസാക്ഷി പറഞ്ഞ മരിച്ചു. നമ്മൾ നിസ്കരിച്ചെന്തിന്? സ്വർഗം കിട്ടാന്. അവർ നിസ്കരിച്ചെന്തിന്? മരിച്ചു അതൊക്കാന്. അവരെ റൂഹിന്റെ ഭക്ഷണം എന്നാൽ ത്വാഅത്താണ്. അല്ലാഹു വഴിപ്പെടാതിരിക്കാൻ കഴിയുകയില്ല. അവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം എന്ത് നടന്നാലും പ്രശ്നം ഉണ്ടാവില്ല. എന്താ പ്രശ്നം? അള്ളാഹ്ക്ക് അവരെ ഇഷ്ടമാണ്, അവർക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ജനതക്ക് ഇവിടെ ശത്രു വന്നാൽ എന്താ പേടി? എന്ത് പേടി? മുഖദ്ദിറായ റബ്ബ് തഖ്ദീർ ചെയ്ത് സംഭവിക്കും. അത് സംഭവിക്കേണ്ടതുമാണ്. മുഖദ്ദിറായ റബ്ബ് തഖ്ദീർ ചെയ്തത് നടക്കും. അത് നടക്കേണ്ടതുമാണ്. വിഷമൊന്നുമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഉഹുദ് കഴിഞ്ഞപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് അരിഞ്ഞു കൊല്ലാം, പക്ഷെ കൊല്ലൂല. അടുത്ത കൊല്ലം ബദറിലേക്ക് വരി, അവിടെ ഇട്ട് കൊല്ലും. ബദറിലാണ് നമ്മൾ പകരം വീട്ടാൻ നല്ലത്. മുഅ്മിനീങ്ങൾ തിരിച്ചു വന്നു, അവർ കൃഷിപ്പണി എടുത്തു. അപ്പോൾ മുനാഫിക്കുകൾ പറഞ്ഞു, മക്കക്കാർ ആയുധം വലിച്ചു കൂട്ടുക, കണ്ടിടത്തിന് മുഴുവൻ അവർ ആയുധം വാങ്ങിക്കൂട്ടുന്നുണ്ട്. എന്തേ? നിങ്ങൾ അരിയാൻ തന്നെ അവർ തീരുമാനിച്ചു. മനസ്സിലായില്ല? ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുന്ന ഖുറൈശികൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഇട്ട അരിയ, പക്ഷെ അരിയില്ല. എന്തേ? നമ്മൾ തമ്മിൽ കണക്ക് തീർക്കേണ്ട ബദറില്ല. ഹിജ്റ 2-ാം വർഷം ബദറുണ്ടായി, 3-ാം വർഷം ഉഹദുണ്ടായി. ഉഹദിൽ ഒരു ലേശം വലിപ്പത്തരം പറയാനുള്ള അവകാശം ആർക്ക് വന്നു? ഖുറൈശികൾക്ക്. അപ്പൊ ഖുറൈശികൾ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് അരിയ, പക്ഷെ അരിയൂല. നിങ്ങൾ അടുത്ത കൊല്ലം ബദറിലേക്ക് വരിക, ആൺകുട്ടികളാണെങ്കിൽ അവിടെ ഇട്ടു. എന്തുകൊണ്ട്?
നമുക്ക് തമ്മിൽ കണക്ക് തീർക്കാൻ പറ്റിയ സ്ഥലം ഉഹദല്ല. ബദറ ഇങ്ങോട്ട് വരും. ഇവര് അത് കേട്ട് തിരിച്ചു വന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാ ആയിക്കോട്ടെ, ബദറിലേക്ക് വരാമോ. ഇവര് തിരിച്ചു വന്നു. ഇവര് കളരിപ്പായിട്ട് തുടങ്ങി. ഇവർ തിരിച്ചു വന്നിട്ട് കരാട്ടെ, കുങ്ഫു, ഇവിടെ ബെൽറ്റ് കെട്ടി, ഇവിടെ 2 സൈഡിൽ എണ്ണ കെട്ടി ചാടൽ തുടങ്ങി. ഇല്ല, ഒരു പാടത്ത് പണിക്കോയി, പാടത്തെ പണിക്കാരാണ്. അതിനിടയ്ക്ക് മുനാഫിഖീങ്ങളും ജൂതന്മാരും ഇവരോട് ഇങ്ങനെ പറയും, അങ്ങനെ നടന്നോളെ അരിയും മറ്റോ ഒരുങ്ങന്നെയാ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മക്കാരനെ കൂഫ ചന്തയെന്ന് കണ്ടു. അപ്പോൾ വലിയ വലിയ പീച്ചങ്കത്തിയും ബോളുമാണ്. എന്തേ അല്ല, നിങ്ങളെ മറ്റേ ആളുകളെ അറിയാൻ വേണ്ടി ഒരുങ്ങ. ഓ എത്ര ഒരു വാങ്ങണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, അതിനൊന്നും ഞങ്ങൾ ഒരുങ്ങൂല, ഞങ്ങൾക്ക് റബ്ബ് മതി. ഒരു ആയുധം വാങ്ങി കൂട്ടുകയോ ഇവിടെ അങ്ങനെ എണ്ണട്ട് ഉയ്യുകയോ ബാക്ക് ബെൽറ്റ് മറ്റേ ബെൽറ്റൊക്കെ ബ്ലാക്ക് ബെൽറ്റൊക്കെ കിട്ടി ഇങ്ങനെ കാട്ടുകയോ, മനസ്സിലായില്ലേ? വെള്ളത്തിൽ മൂക്ക് പിടിച്ചിട്ട് 3/4 മണിക്കൂർ ഇങ്ങനെ കിടക്കുകയോ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. ഒരു പണിക്കോയി, പണി രാവും പകലും പണിയാണ് അവർക്ക്. ഒരു കൊല്ലായപ്പോൾ മറ്റൊരു ഇങ്ങനെ കളിയാക്കി തുടങ്ങി, എന്നെ പോണില്ലേ, അവർ പോയി. എന്നാണ്ട് അന്ന് കാണല്ലോ പോയി. എന്താ പറയുക മുദ്രാവാക്യം? എന്താ മുദ്രാവാക്യം? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഇതാണ് ഹൃദയത്തിന് മുദ്രാവാക്യം. ഞങ്ങൾക്ക് റബ്ബ് മതി. ഇതിനാണ് ബദറുസ് സുഗ്റ എന്ന് പറയുന്നത്. 2 ബദറുണ്ട്, ബദറുൽ കുബ്രയും ഉണ്ട്, ബദറുസ് സുഗ്റയും ഉണ്ട്. ഒരു ബദർ പോയിരുന്നു, മറ്റൊരു വന്നതന്നല്ല, മറ്റൊരു വന്നതന്നല്ല, മറ്റൊരു വിടുവായത്തം പറഞ്ഞാണ്. പോയ വിവരം അറിയുന്നവർക്കറിയാം. എന്നാൽ അവർ കരാട്ട പഠിച്ചിട്ടൊന്നുമില്ല. ഇവർക്ക് ആരുണ്ട്? അതുകൊണ്ട് മരിക്കണം, മരിക്കും മരിച്ചാൽ നല്ലത്. അടുത്ത ആയത്തണ്ട فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله. അവർ ബദറിൽ ചില്ലറ ദിവസം താമസിച്ചു. ഖുറൈശികൾ വരുമോ എന്ന് അവസാനത്തെ പ്രതീക്ഷയും വെച്ച് അതിനിടയിൽ ബദറിലേക്ക് ചന്തക്കാർ വന്നു. ഇവരെ കയ്യിലുള്ള സാധനം വലിയ വിലക്ക് ചന്തക്കാർ വാങ്ങി. ചന്തക്കാരെ കയ്യിലുള്ള സാധനം ഇവരിങ്ങോട്ടും വാങ്ങി. പിന്നെ അവർ തിരിച്ചു വന്നപ്പോൾ വഴിയിൽ വെച്ച് അതെല്ലാം അവർ കച്ചവടം ചെയ്തു. വലിയ പൈസ കിട്ടി. അവർ നിഅമത്ത് കൊണ്ടാ തിരിച്ചു വന്നത്. എന്താ നിഅമത്ത്? ഇവിടെ കയ്യിലുള്ള സാധനം വലിയ പൈസക്ക് വിറ്റു. സാധാരണ പൈസക്ക് വാങ്ങിയിട്ട് പുറത്ത് വേറെയും വിറ്റു. ഇപ്പൊ എന്തായി? ബദർ സുഗ്റയിലേക്ക് പോയതുകൊണ്ട് എല്ലാ കാര്യവും പള്ളർച്ച് പൈസ. ലം യംസസുഹും സൂഉൻ, ഒരു രോമത്തിന് പോലും ആരും തൊട്ടില്ല. എന്റെ അവർക്ക് ആർക്ക് മതി? അല്ലാഹ്. എന്നൊക്കെ പറഞ്ഞു മനസ്സിലായില്ലേ? അല്ലാഹുൽ ഫദ്ലിൽ അലീം. ഇന്നമാ ദാലികും ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹു فلا تخافوهم وخافوني إن كنتم مؤمنين. إنما ذلك اسم الشيطان. പിശാചിന് ഒരു പണിയുണ്ട്. യുഖവ്വിഫു ഔലിയാഅഹു, അവന്റെ ആളുകളെ പറ്റി ഭയപ്പെടുത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. ബൈഡൻ എന്ന നമ്മൾ വിചാരിച്ച ആളൊന്നല്ല, ഭയങ്കര. ഓ, ഇസ്രായേൽ എന്ന ഭയങ്കര ആളുകളാണ്. അവസാനത്തെ ആളെ കൊന്നിട്ട് ഗസയിൽ പോകുള്ളൂ. അങ്ങനെയാണ്. ഓ, അങ്ങനെ പറയാം. പിശാചിനൊരു പരിപാടിയുണ്ട്. യുഖവ്വിഫു ഔലിയാഅഹു, അവന്റെ ആളുകളെ പറ്റി ജനങ്ങളോട് പേടിപ്പിച്ചു പറയും. ഫലാ തഖാഫൂ, അത് നിങ്ങൾ പേടിക്കരുത്. വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങൾ ആരെ പേടിക്കുള്ളൂ? മാത്രം 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 എന്ന് പറയാം. അള്ളാഹിനെ പേടിക്കുന്നല്ല, അള്ളാഹുവിനെ പേടിക്കും. പിന്നെന്തുണ്ടാകുക? എന്തുണ്ടായിരുന്നു? പിന്നെന്തുണ്ടായാലും ചിലർ ഷഹീദായി മരിച്ചിട്ട് മനുഷ്യരിലെത്തി, ചിലർ വെള്ളത്തിൽ വീണ് മനുഷ്യരിലെത്തി, ചിലർ രാത്രി തീ വന്നിട്ട് മനുഷ്യരിലെത്തി, ചിലർ ആള് കൊന്നിട്ട് മനുഷ്യരിലെത്തി.
നമുക്ക് 4 ആൾക്ക് എറണാകുളത്ത് പോകണം. ഒരാൾ KSRTC കയറി, ഒരാൾ കാറെടുത്ത് പോയി, അയാൾ മൂക്കും കെട്ടി മോട്ടോർ സൈക്കിളിൽ പോയി. ഒരാളോ കരിപ്പൂര് നേരെ അവിടെ പോയി ഇറങ്ങി. മറൈൻ ഡ്രൈവിൽ എല്ലാവരും ഒരുമിച്ച് കൂടി. എങ്ങനെ വന്ന് എന്നെ കണ്ടില്ലല്ലോ വയ്യൊന്നും. ഞാൻ പ്ലേറ്റ് വന്നു. അല്ലേ അയ്യോ എന്നെ കണ്ടില്ലല്ലോ. ഞാൻ നേരെ ചേളാരി താഴെച്ചേളാരിൻ്റെ ഇറങ്ങി. പിന്നെ തിരൂരും ചമ്രവട്ടം കട വഴി ഞാൻ നേരെ പൊന്നാനി വഴി ചമ്രവട്ടം അങ്ങാടി വഴി ആട് വന്നു. എങ്കിലും വഴി ഞാനിട്ട് വന്നു. ഞാൻ പിന്നെ നേരെ വെളിയങ്കോട് നിന്ന് കയറിയിട്ട് മൂക്കിന് തുറന്നപ്പോഴത്തേന് ആല് എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ഞാൻ മൂക്ക് തുറന്നിട്ട് തന്നെ ഇല്ല. എൻ്റെ വന്ന് ഞങ്ങൾ 2 ആൾക്കാർ എടുത്തു വന്നു. മറൈൻ ഡ്രൈവിൽ എല്ലാവരും ഒരുമിച്ചു. അത് മതിയല്ലോ. ചിലരെ അള്ളാഹ് ശത്രുക്കൾ കൊന്നിട്ടാണ് ഒരു മത്സരയിൽ വന്നത്. ചിലർ കുളിക്കാൻ പോയതാ മത്സരത്തിലെത്തി. ചില രാത്രി കിടന്നുറങ്ങിയതാ ഒരേ പൊളിഞ്ഞാടി. ചില ആളുകളോ തീ വന്നു. ചില ആളുകളോ ആരോ വെട്ടിക്കൊന്നു. എവിടെ എത്തി? മത്സരത്തിലെത്തി നോക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഉഷാറാ. വെട്ടിക്കൊന്നവന്റെ തടി നല്ല ചോര. എന്തോ ഒന്ന് കുളിച്ചു കൊന്നുകൂടേനോ? അല്ല, നല്ലാക്കെ കാണിച്ചു കൊടുക്കാൻ. ഞാൻ കുളിക്കൂല, എന്നെ കുളിപ്പിച്ചിട്ടില്ല. അതൊക്കെ ഭയങ്കര ലാഭം. അന്ന് നോക്കണ്ടീന് ലാഭം തന്നെയാണ്. ഷഹീദിന്റെ ശരീരത്തിൽ ചോര കാണുമ്പോൾ ഷഹീദല്ലാത്തവൻ കൊതിച്ചു പോകും. എനിക്ക് ഷഹീദായിരുന്നല്ലോ. എന്താ ഷഹീദ്? സ്വർഗത്തിലെത്തുമ്പോൾ വിധി നിർണയത്തിന്റെ നാളിൽ അള്ളാഹു തആല ഷഹീദിനോട് ചോദിക്കും, ഞാൻ ഇന്നമാ അഖ്ദിലക്കൽ ജന്ന, എനിക്ക് സ്വർഗം വിധിക്കണം. തഖൂലു ഷൈഅൻ, എനിക്ക് വല്ലതും പറയാനുണ്ടോ? ഫയഖൂലു, അയാൾ പറയും, ലാ, സ്വർഗം വിധിക്കരുത്. എൻ്റെ ഇവിടെ എല്ലാവരും വന്ന് സ്വർഗം വിധിക്കണം എന്നാണ് പറഞ്ഞത്. ജന സ്വർഗം വിധിക്കരുത് പറഞ്ഞു. ഷഹീദിന്റെ പറയാ വിധിക്കരുത്. പിന്നെന്താ വേണ്ടത്? ലഅല്ലി അൻ ഉർജഅ ഇല ദുനിയ ഫഉഖാതില ഫഉഖ്തല, ഒന്നുകൂടി ദുനിയാവിലേക്ക് എന്നെ മടങ്ങിയിട്ട് ഒന്നുകൂടെ വേറൊരാൾക്ക് എന്നെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെയോ ഫൗദ്ലജ, പിന്നെ എന്നെ പ്രവേശിപ്പിക്കുക റഹ്മത്തിൽ. ഞാൻ മരിച്ച ഉടനെ നീ എന്നെ റഹ്മത്തിൽ കയറിയിട്ടുണ്ട്. ഇക്കാലം വരെ ഒരു കണ്ണിനും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് ഞാൻ അവിടെ കണ്ടത്. അവിടെ ഞാൻ ഇക്കാലം വരെ പാർക്കിയിരുന്നു. ഇപ്പൊ എന്നെ മത്സരിക്ക് വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ എന്റെ ആഗ്രഹം സ്വർഗത്തേക്ക് ഇനി തൽക്കാലം പറഞ്ഞേക്കണം റബ്ബേ. അവിടേക്ക് പറഞ്ഞേക്കും. അവിടേക്ക് പോകണമെങ്കിൽ ഇനി ഒന്നുകൂടി ചെയ്താണെങ്കിൽ ചെയ്താക്കണം. ഇതാണ് ആരുടെ പദവി? ചെയ്യുന്നതിന് പദവി. എന്താ പേടിക്കുന്നത്? എന്താ പേടിക്കുന്നത്? മനസ്സിലായില്ലേ? പ്രശ്നം എന്താ? അത്രയല്ലേ ഉള്ളൂ. പൊരേ കിടന്ന് മരിക്കുന്നവൻ അട്ടഹസിച്ച് കരിഞ്ഞു മരിക്കും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാഹു കാക്കട്ടെ. യുദ്ധക്കളത്തിലോ ഒരു വാക്കുമിണ്ടാതെ മരിക്കും. എന്തേ? കക്രസത്യമിനെ നുമയില, ഒരു കുഞ്ഞനുറുമ്പിന്റെ കടി പോലെ മാത്രമേ ഷഹീദിന് വേദന ഉണ്ടാവൂ. യുദ്ധക്കളത്തിൽ അവര് പുഞ്ചിരിച്ചു മരിക്കും. എന്താ പ്രശ്നം? പ്രശ്നം എന്താ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله حسبي ربي جل الله على النبي صلى الله لا إله إلا الله 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 الله. നരകത്തിന് പരിഹാരമുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ മഹബത്തിന് പരിഹാരമില്ല. സ്വർഗത്തിന് പരിഹാരമുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ മഹബത്തിന് പരിഹാരമില്ല. കല്യാണത്തിന് വന്നവര് ഒന്നാം മട്ടത്തിലേ പോയിരിക്കും. എന്നാൽ പുരക്കാരന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട്, അങ്ങോട്ട് പോകാനല്ല. ഇവൻ വലിയ തീറ്റക്കാരനാണ്, എന്നാൽ പോവില്ല. എന്തുകൊണ്ട്? വീട്ടുകാരൻ്റെ കൂടെ നടക്കല അവൻ്റെ സന്തോഷം. അവനെ കൈ പിടിച്ച് വന്നിരിക്ക്, അവിടെ ഒഴിവുണ്ട്, പോവില്ല. എന്തുകൊണ്ട്? തീറ്റയും സ്വർഗം അവൻ്റെ ലക്ഷ്യം തന്നെയല്ല. അവൻ ലക്ഷ്യം മഴയത്തുള്ള അള്ളാന്റെ മഴയത്താണ്, അള്ളാന്റെ കൂടെ ഉണ്ടാകുന്നതാണ്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ? അതാ ഒരു മകന് വാപ്പ
1000 ഉറുപ്പിക എടുത്തു, കോഴിക്കോട്ട് പോയായിരുന്നു. അവന് ഇഷ്ടപ്പെട്ട ഒക്കെ തിന്നു. വേറൊരു മകനോ ഒരു പൈസയും കൊടുത്തില്ല, പാപ്പ കൊണ്ടുപോയി. അങ്ങനെ കാര്യമായി ഒന്നും കിട്ടിയില്ല. എന്നാലും വരിയിൽ വന്നാൽ കാൽമ കാലി എത്തിയിരിക്കൽ ബന എന്ത് ബനാണ് അധികാരം. എന്തുകൊണ്ട്? ബാപ്പ കാൽച്ചായ അല്ലാതെ വാങ്ങിക്കൊടുക്കൂല. ഒരു കേസരി, ഒരു മഞ്ഞ കേസരി വരെ ബാപ്പ വാങ്ങിക്കൊടുക്കും. ഉണങ്ങിയ ആ വെട്ട് കേക്ക് വരെ ബാപ്പ വാങ്ങിക്കൊടുക്കൂല. എന്നാലും അവൻ പൊരയിലെത്തിയാൽ ഒരു വിഷയത്തിൽ വർത്താനം പറയുകയാണെങ്കിൽ ഇവനെയാണ് ഏൽപ്പിക്കുക. അപ്പം അങ്ങനെ എന്തുകൊണ്ട്? ഇവനവിടെ അധികാരി, ബാപ്പാന്റെ ഇഷ്ടപ്പെട്ട ആൾ ഇവനോ. ഇവനോട് എന്തേലും പറഞ്ഞാൽ നടക്കും. അപ്പൊ ബാപ്പാന്റെ ആളാ. മനസ്സിലായി പറഞ്ഞത്? മറ്റൊന്ന് 1000 ഉറുപ്പിക കിട്ടി ഒക്കെ തിന്ന. പക്ഷെ ബാപ്പ 7 അയലത്ത് അവനെ നിർത്തൂല. മൂമിനായ മനുഷ്യന് ഈ ദുന്യാവിന്റെ മാനേജറാണ്. മാനേജർക്ക് നിങ്ങളെ നിയമം ഉണ്ടാവില്ല. 10 ആളെ ഇവിടെ ഇടാനും 10 ആൾ അവിടെ ഇടാനും, 10 ആള് ഈ പണിയെടുത്തോട്ടെ 10 ആൾ ആ പണിയെടുത്തോട്ടെ എന്ന് പറഞ്ഞ് മുതലാളി പോയി. കുറച്ച് കഴിഞ്ഞാൽ മാനേജർ ഇവിടുത്തെ ഒരാളെ 2 ആൾ അവിടെ കിട്ടി, അവിടുത്തെ 2 ആൾ അവിടെ കിട്ടി. അപ്പൊ ഈ പണിക്കാർ തമ്മിൽ പുറുപുറുക്കും. മൂപ്പരാണ് മുതലാളി ഇവിടെ മറ്റോനും ഇവിടെയും മറ്റും അവിടെ ഇല്ലിട്ട്. ഈ പിറുപിറുക്കൽ മുതലാളി അറിഞ്ഞാൽ അന്ന് പിരിച്ചുവിടും. ഇവിടെ 10 ആൾ അവിടെയും 10 ആൾ അവിടെയും മുതലാളി നിർത്തിയിട്ടുണ്ടെങ്കിലും ഈ 10 ആൾ അങ്ങോട്ടോട്ട് മാറ്റാനും ഓരോരുത്തർ മാറ്റാനും ഇവന് അധികാരം. മാനേജർ അതാടാ മൊഹീദ്ദീൻ ഷേഖ്. അള്ളാഹു മരിപ്പിച്ചു, മൊഹീദ്ദീൻ ജീവിപ്പിച്ചു. ഈസാ നബിയെ അള്ളാഹു തആല ഞങ്ങളെ മരിപ്പിച്ചു, ഈസാ ജീവിപ്പിച്ചു. അതെ, ഞാൻ ഒരാൾ കുറച്ച് ഇവിടെയും ഒരാളെവിടെയും. ഒരാൾ മരിച്ചു. എത്ര ആൾ മരിച്ചു? മരിപ്പിച്ചതാരാ? അല്ല, ആര് തീരുമാനിക്കും? മരിപ്പിച്ചതാരാ? അല്ലാഹ്. മയ്യത്തുണ്ടായപ്പോൾ ഈസാ നബി കണ്ടു, കരയാണ് എല്ലാവരും. എന്നാ പിന്നെ മരിക്കാനായിട്ടില്ല, എന്നാ ജീവിച്ചോട്ടെ. വണ്ടി വിടും. എണീറ്റു. എത്ര ആളെ ജീവിപ്പിച്ചും കഴിയും നടക്കില്ല. മരിപ്പിച്ചതാരാ? അല്ലാഹു. ജീവിപ്പിച്ചതാരാ? ഈസാ നബി. എന്നാലും അല്ലന്നെ. എന്ത് ഈസാ നബി ചെയ്യണമൊക്കെ ആർക്ക് ഇഷ്ടമാണ്? അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. മറ്റൊരു പുറുപുറുക്കും. അതാണ് വഹാബി. മാനേജറേനായി അന്തം വേണം. എന്റെ മാനേജറായി മെഹബൂബാണ്. മൊഹീദ്ദീൻ കോപിക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം അള്ളാഹു തആല ഇഷ്ടപ്പെടാതിരിക്കുന്നത് മൊഹീദ്ദീൻ ഇഷ്ടമല്ല. അതാണ് അള്ളാഹു ഇഷ്ടമില്ലാത്തത് മൊഹീദ്ദീൻ ഇഷ്ടമല്ല. അപ്പോൾ മൊഹീദ്ദീൻ ഇഷ്ടമില്ലാത്തത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നമുക്ക് അള്ളാഹിന് ഇഷ്ടം വിഷയം തന്നെയല്ലേ. നമുക്ക് ആകെ നരകവും സ്വർഗ്ഗമുള്ളൂ. അവിടുന്ന് മന്തി തിന്നണം. സ്വർഗത്തിൽ മന്തിയാണ് നമ്മൾ ആവശ്യം. നമുക്ക് തീയും ചൂടും അതും പാടില്ല, മന്തി തിന്നും വേണം. എന്തിനാ നമ്മൾ നിസ്കരിച്ച്? റമദാൻ 30 നോമ്പ് വെച്ച് എന്തിനാ മന്തി എന്നൊരു? എവിടുന്ന്? ഇവിടുത്തെ മന്തി തന്നെ എത്ര രസമുണ്ടെങ്കിൽ സ്വർഗത്തിന് മന്തി എന്തായിരിക്കും? 25 കഴിഞ്ഞ് പോകുന്നപ്പോൾ ചങ്ങായിനോട് പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് അവിടുന്ന് തിന്നണടാ, അതായിരിക്കും മന്തി. ഓ, മറ്റോ മന്തി കൂടുതൽ തിന്നില്ല സ്വർഗത്തിന്. സ്വർഗത്തിലെ തേനും പാലും എല്ലാം കൊടുത്താലും മുഅ്മിനീങ്ങൾ അത് മറന്നു. ഞങ്ങൾ നമ്മൾ അവിടുന്ന് പറയും, എന്താ ഈ ജാതി തേനും പാലും തന്നിട്ട് തിന്നൂല, അത്ര ഞങ്ങൾക്ക് വേണ്ട. പിന്നെന്തേ? ഒരു അള്ളാഹിന്റെ ലിഖാവാണ്, അള്ളാഹിനെ കാണണം. അള്ളാഹു ആ അവസ്ഥ നമുക്ക് തരട്ടെ. പ്രേമാണ് ആരോട്? അള്ളാഹിനോട്. പറഞ്ഞാൽ തീരൂല. ഞാനിന്നൊരു 10 മിനിറ്റ് ക്ലാസ് എടുത്ത് നിർത്താം എന്ന് വിചാരിച്ച് വന്നതാ. സത്യത്തിൽ സാധാരണ സമയത്തേക്കാളും 3/4 മണിക്കൂർ കൂടി. ഇന്ന് തുടങ്ങാൻ തന്നെ അല്പം നേരം വൈകുകയും ചെയ്തു. 7 മണിക്കാണ് ക്ലാസ്. ഇന്ന് 7:30 തുടങ്ങാൻ. എന്തുകൊണ്ട്? സാങ്കേതിക വിദഗ്ധന്മാരൊക്കെ വന്നപ്പോഴത്തെ നേരം വൈകി. പെരുന്നാളിൻ്റെ ഹാങ് ഓവർ പലർക്കും മാറിയിട്ടില്ല എന്ന കാരണത്താൽ. ഏതായാലും അതുകൊണ്ട് ഇന്ന് നിയമങ്ങൾ തെറ്റിയിട്ടുണ്ട്, ക്ഷമിക്കുക. 7-ന് തുടങ്ങിയിട്ട് 8-ന് പ്രസംഗം നിർത്തണം എന്നാണ്. ഇന്ന് ഞാൻ വാച്ച് നോക്കിയപ്പോൾ തന്നെ 8:33 ഇനി ചില്ലറ സമയം കൊണ്ട് ദിക്ർ ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അപ്പൊ വിഷയം എന്താ? പ്രേമം. ആരോടുള്ള? അവിടത്തേക്ക് കയറിക്കളി ഒക്കെ ഒഴിവാക്കി. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അത് തന്നെ ഒരു
പൂച്ചക്കുട്ടി കരയുന്നുണ്ടപ്പോൾ വേദനയായി, അള്ളാന്റെ സൃഷ്ടിയാണ്. ഒരു പട്ടിക്കുട്ടി കരുമ്പോൾ വേദനയായി. തൊട്ട 7 വട്ടം കഴുകണ്ടേ കഴുകുക, 14 വട്ടം കഴുകുക, പക്ഷെ അള്ളാന്റെ സൃഷ്ടിയാണ്. അതിനൊരു മരുന്ന് വെച്ച് കെട്ടാതെ ഞാൻ പോകൂല. പട്ടിക്കുട്ടിയാണ്, തൊട്ട കഴുകണ്ടേ കഴുകണം, എന്തിനാ അതിനൊക്കെ പോണ്, കഴുകുക, എൻ്റെ റബ്ബിന്റെ സൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഒരു പന്നി ചെളി കിടക്കാണ്, പന്നിയല്ലേ, ആണ് പന്നിയാണ്, പക്ഷെ എൻ്റെ റബ്ബിന്റെ സൃഷ്ടിയാണ്. അതിനെ ചെളിയിൽ നിന്ന് എടുത്ത് പുറത്തിട്ടപ്പോഴത്തിന് കുളിക്കേണ്ടി വന്നു. കുളിക്കാം ഒന്നും എനിക്ക് വിഷയമല്ല, വെള്ളമുണ്ട് മണ്ണുണ്ട്, എനിക്ക് ബേജാറില്ല, എനിക്കെന്തേ പ്രശ്നമുള്ളൂ, എൻ്റെ റബ്ബിന്റെ സൃഷ്ടിയാണ്. പെരുന്നാപ്പള്ളി കഴിഞ്ഞു വന്നപ്പോൾ വേലായുധൻ്റെ പുരയെ കൂടെ കയറി. അപ്പോൾ നോക്കുമ്പോൾ അടുത്ത ദാരിദ്ര്യം കണ്ടു. ആ പുരന്നിറങ്ങിക്കുന്നൊരു പെണ്ണുണ്ട്, അതിനെ കെട്ടിച്ചുകൊണ്ടാൻ വഴിയില്ല. ആ വീടുക്കൽ പുതിയാപ്പിള കയറി വരില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, വേലായുധനെ വിരച്ചു കൊടുക്കണമല്ലോ. അപ്പം ആരോ പറഞ്ഞു, എത്ര മുസ്ലിമീങ്ങളുണ്ട് ഇവിടെ, മുസ്ലിം അമുസ്ലിമല്ല വിഷയം, അള്ളാന്റെ സൃഷ്ടിയാണ്, ഓന് നല്ലൊരു പരി പാർക്കണം. അത് പറഞ്ഞ് മനസ്സിലായോ? എന്തുകൊണ്ട്? അവൻ അള്ളാന്റെ സൃഷ്ടിയാണ്, അള്ളാന്റെ സൃഷ്ടിയാണ്. അവിടെയാണ്, അതാണ് വിഷയം. അപ്പൊ എന്തുകൊണ്ട് എൻ്റെ റബ്ബിന്റെ സൃഷ്ടിക്കൊന്നും പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നന്നായി, അതാണ് ഈമാൻ. അതിന് ഈമാൻ എന്ന് പറയും. അതാണ് ഹസ്ബി റബ്ബി, എനിക്ക് റബ്ബ് മതിയാവും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് على النبي صلى الله لا إله إلا الله. الفاتحة.